കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ മൈദപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൊടി, പഞ്ചസാര എന്നിവ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരിച്ചെടുക്കാൻ നമുക്കൊരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ. മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബേക്കിംഗ് സോഡ. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് ആവശ്യം. പക്ഷേ പഞ്ചസാര നമുക്ക് അരിച്ചാനുള്ളതാണ് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ. മിക്സായി വരുന്നുണ്ട് കണ്ട പൊടി. ഞാനേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല മിക്സായി വരുമ്പോൾ ഇതിൻ്റെ മിക്സാക്കണം എന്തിനാ വെച്ചാൽ ഇതിൽ കുറച്ച് കട്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാനാണ്. ഇത് കണ്ട നല്ല കട്ടിയുള്ള സാധനങ്ങൾ അതൊക്കെ പോകണം. നമുക്കിത് മാറ്റിയേക്കാം. നമുക്ക് കുറച്ചും കൂടി മിക്സാക്കി കൊടുക്കാം. നമുക്ക് പഞ്ചസാര അടിച്ചെടുക്കാം, പൊടിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് പഞ്ചസാര ആണ് എടുക്കുന്നത്. 3/4 ഗ്ലാസ് എടുക്കാം. ഈ സ്പൂൺ കൊണ്ട് ഇട്ടെടുത്തിട്ട് തീരണി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഫാണോർക്ക് ഇട്ടെടുത്തിക്കണം കേട്ടോ. നമുക്കതാ ഈ സാധനം കണ്ടിട്ട് കൊടുക്കാം. എങ്കിൽ ഇതിനൊന്നും ഇത് തീരൂല. അതുപോലെ നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി ആയിക്കോട്ടെ പഞ്ചസാര വയസ്സാണ്. പക്ഷെ നമുക്ക് ഇനി ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിക്കാക്കി എടുക്കാം. അതിന് മുന്നേ നമുക്ക് 2 ഏലക്കായ ഇട്ടെടുക്കണം. ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിക്ക് ഇട്ടെടുക്കാം. ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പച്ചയ്ക്ക് തിന്നാക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല രസമായിട്ട് വരും. നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊട്ടിച്ചുവയ്ക്കണം. വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നീ തെറ്റൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടിയായിട്ടാണ് വീഡിയോ എടുക്കണത്. രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചിട്ടെടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ടെടുക്കേണ്ടത്. പഞ്ചസാര ഉണ്ടോ ഇട്ടെടുക്കണ്ട്. ഫുള്ളായിട്ടാണ് ചേരുന്നോളി കേട്ടോ. ഇനി നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇത് അടിച്ചാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഫുൾ സ്പീഡിലിട്ട് അടിച്ചാൽ നല്ല സിമ്പിളായിട്ട് കിട്ടും. നമുക്ക് നല്ല അടിച്ച് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കാണാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ചെയ്യാൻ, കുറച്ചൊക്കെ ടഫുണ്ട്. അതായത് ഒരു കൺസിസ്റ്റൻസി ആവണം. എന്നിട്ട് നമുക്ക് ഇതാക്കണം, കുറച്ച് മൈദപ്പൊടി ആക്കി ഇട്ടെടുക്കണം.
എന്നിട്ട് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഈ ഭാഗത്തേക്ക് മാത്രമേ മിക്സ് ചെയ്യണം, ഒരു ഭാഗത്തേക്ക് മാത്രം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് വരണം. ആദ്യം മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. ഇതുണ്ടോ? ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി ഇട്ടെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ കേക്കൊക്കെ ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ട്. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ ഒരു തിന്നായി വരും. കണ്ടോ? ഇനി നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഇനിയും മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ല കേട്ടോ, മറ്റേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സാധനം നമ്മൾ ഇട്ട് കൊടുക്കണത്. നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്, നല്ലപോലെ വരുന്നുണ്ട്. നമുക്ക് വീണ്ടും കുറച്ച് നേരത്തെ മാറ്റി വെച്ച പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടിൻ്റെ പേരൊന്നും പറയാൻ കിട്ടണില്ല. നമ്മൾ ഒന്നും കൂടി നല്ല കട്ടി ഇങ്ങനെ ആക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ആക്കാം. കൺസിസ്റ്റൻസി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ വീഡിയോക്ക് വ്യൂസൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുണ്ട്. നമുക്കിത് കുക്കർക്ക് അതേമാതിരി ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു ഇതിട്ട് ആ മാവ് പോലത്തെ കേക്കിൻ്റെ വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ അതിലേക്ക് കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വടിച്ചോട്ടോ, നല്ലതുപോലെ വടിക്കണം, ഒട്ടും വേസ്റ്റ് ആക്കിയത്. അങ്ങനെ നമ്മളിതിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം, കുലുക്കി കൊടുക്കണം, വെള്ളിച്ചൊന്ന് കുലുക്കി കൊടുക്കണം. നമുക്ക് ഇത് കുക്കറൊന്ന് പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസുമ്മൽ വെക്കാം. കുഞ്ഞിക്കൈൻ്റെ അഞ്ചത്തിൻ്റെ ആട്ടെ ഗൈസ്. നമ്മൾ ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് കരിഞ്ഞ് പോയി, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.